അശാസ്ത്രീയമായ നിർമ്മാണ ജോലികളാണ് ഈ ആലപ്പുഴയിലെ ദേശീയപാത ഇങ്ങനെ കുരുതിക്കളമാക്കുന്നത്. അങ്ങനെ അശാസ്ത്രീയമായ നിർമ്മാണം യാതൊരു സുരക്ഷയും ഒരുക്കാത്ത രീതിയിൽ ജീവനക്കാരുടെ ആയാലും അതുവഴി പോകുന്ന യാത്രക്കാരുടെ ആയാലും സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ കൃത്യമായി പാലിക്കാതെ തന്നെയാണ് അവിടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നിലേക്ക് പോകുന്നത്. ചില കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉയരപ്പാത പണിയുന്ന തുറവൂരിനും അരൂരിനും ഇടയിൽ മാത്രം 50ഓളം ജീവനുകളാണ് റോഡിൽ രക്തസാക്ഷികളായത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയുടെ നിർമ്മാണമാണ് അരൂര് മുതൽ തുറവൂര് വരെ നടക്കുന്നത്. ഈ ഉയരപാതയുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ അപകടങ്ങളും മരണങ്ങളും ഇവിടെ പതിവാണ്. ഒരു 50-ൽ താഴെ മരണങ്ങൾ ഈ ദേശീയപാതയുടെ ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇതുവരെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് അത്രയും പേരുടെ. അത് പലപ്പോഴും നമ്മുടെ ഇതിൻ്റെ വർക്കിൻ്റെ അനാസ്ഥ കൊണ്ടൊക്കെയാണ്. ഇപ്പോൾ ഈ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈക്കിളിൽ പോകാനായിട്ട് ജീവൻ പണയം വെച്ച് വേണം പോകാൻ. കാൽനട യാത്രക്കാരെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ അവരാണെന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ ചെയ്യുന്നില്ല. മാക്സിമം സ്പീഡിലാണ് അവർ പോകുന്നത്. പരാതികൾ നിരവധി തവണ ഉന്നയിച്ചു. പക്ഷേ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുന്നതല്ലാതെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എത്ര ആൾക്കാരെ ജീവനും പോകുന്നത്, അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ. നിങ്ങൾ അധികാരികളെ എടുത്ത് പറഞ്ഞാലൊന്നും അവരൊന്നും അംഗീകരിക്കുന്നൊന്നുമില്ല. വണ്ടികളിൽ പല പല ആക്സിഡന്റുകൾ സംഭവിക്കുന്നു. ഇപ്പൊ ഇവരുടെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ കോൺക്രീറ്റുകൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ രാവിലെ ഇവിടെ സൂപ്പർവൈസർ വന്ന് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം ഞാൻ കാണാറുണ്ട്, ഒരു മീറ്റിംഗ് പോലെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അപകടശേഷം സ്ഥലത്തെത്തിയ നിർമ്മാണ കമ്പനി പ്രതിനിധി പറഞ്ഞത് ജോലികൾ നടക്കുമ്പോൾ വാഹനങ്ങൾ കടത്തിവിടാറില്ല എന്നായിരുന്നു. എന്നാൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന സമയത്തെങ്കിലും അതിൻ്റെ താഴെ കൂടെ വാഹനം കടത്തിവിടാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ അപകടമെങ്കിലും ഒഴിവാക്കാമായിരുന്നു.